ദീർഘവീക്ഷണമില്ലാതെ AK ആൻ്റണി പ്രഖ്യാപിച്ച സ്വകാര്യ വിദ്യാഭ്യാസ നയത്തിൻ്റെ മറപറ്റി കുറേ പേർ രക്ഷപ്പെട്ടപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും വഴിയാധാരമായെന്ന് പറയാതെ വയ്യ. നയരൂപീകരണത്തിൽ പറ്റിയ പാളിച്ചയാണ് ഇതിനെല്ലാം കാരണം. അന്യസംസ്ഥാനങ്ങളിൽ പോയി പഠിച്ചു കയ്യിലുള്ള പണം ആ സംസ്ഥാനങ്ങൾക്ക് നൽകാതെ ഈ സംസ്ഥാനത്ത് തന്നെ ചെലവാകട്ടെ എന്ന നല്ല ഉദ്ദേശമായിരുന്നുവെങ്കിലും അത് ഏറ്റെടുത്ത് നടത്തിയവർ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. പൂർവ്വകാലങ്ങളിലെ പോലെ കത്തോലിക്ക സഭ ആരംഭിച്ച സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാൻ അവർക്ക് സാധിച്ചുവെന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിരുന്ന സഭ ഇതൊരു വരുമാനമായി തന്നെ മാറ്റി. മറ്റ് സമുദായങ്ങൾ നേരിട്ട് നടത്തിയ സ്ഥാപനങ്ങൾ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ചില ഒറ്റയാൾ മുതലാളിമാർ പണമിറക്കി പണം കൊയ്യാൻ ആരംഭിച്ച സ്ഥാപനങ്ങൾ മുഴുവൻ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്കും ചികിത്സിക്കാൻ വന്ന രോഗികൾക്കും ഡോക്ടർമാർക്കും ഒരുപോലെ പാരയായി. അവരുടെ ഭാവി തന്നെ തുലാത്രാസിലായെന്ന് പറയാതെ വയ്യ. അത്തരത്തിൽ ഒരു സ്ഥാപനമായിരുന്നു പാലക്കാട് ജില്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ്. 3-4 പേര് ചേർന്ന് ആരംഭിച്ച കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതിൻ്റെ പേരിലും മറ്റ് ചില സാങ്കേതിക കാരണങ്ങളുടെ പേരിലും കോളേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും വിദ്യാർത്ഥികൾ മുഴുവൻ വെള്ളത്തിലാവുകയും ചെയ്തു. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രി KM മാണിയും. ഇവർ രണ്ടുപേരും ചേർന്ന് ബുദ്ധിപൂർവ്വം നടത്തിയ ചില നീക്കങ്ങളുടെ ഭാഗമായി ആ വിദ്യാർത്ഥികളുടെ ഭാവി നഷ്ടപ്പെടാതെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ പുതുതായി അഡ്മിഷൻ കൊടുത്തു. അങ്ങനെ അവരുടെ ഭാവി രക്ഷപ്പെടുത്തി. അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം ഇന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡോക്ടർമാരായി സേവനം ആരംഭിച്ചു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉമ്മൻചാണ്ടിയോടും KM മാണിയോടുമാണ് ആ ബാച്ചിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും കടപ്പെട്ടിരിക്കുന്നത്. ഇന്നും ആ നിലയിൽ നിലവാര തകർച്ചയുള്ള ചില സ്ഥാപനങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. ഇത് പരിതാപകരമായ അവസ്ഥയാണ്. ചില രാഷ്ട്രീയക്കാരോടുള്ള അവിഹിത കൂട്ടുകെട്ടിൻ്റെ ബലത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഈ പ്രസ്ഥാനങ്ങളെ നിരീക്ഷിക്കേണ്ട സർക്കാർ, ആ സർക്കാർ ഉദ്യോഗസ്ഥർ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത്തരം കച്ചവട മുതലാളിമാർക്ക് വിവരം ലഭിക്കുന്നു. അത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളെപ്പറ്റി ഞങ്ങൾ ശേഖരിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പറയാം.